ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ തോറ്റു തുന്നം പാടി വന്നിരിക്കുന്ന നന്ദയെ നമ്മുടെ ഗൗതം ശരിക്കും എടുത്തിട്ട് ഉടുത്തു എന്ന് തന്നെ പറയാം. പോകുന്നതിന് മുൻപ് ഗൗതത്തെ വെല്ലുവിളിച്ച് ഞാനിപ്പോൾ എല്ലാം നേടിക്കൊണ്ട് വരുമെന്നും പറഞ്ഞാൽ നമ്മുടെ നന്ദ അങ്ങ് പോയത്. പക്ഷെ ഒന്നും നേടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ വെറും കൈയോടെ തിരിച്ചു വരുന്ന നന്ദയ്ക്കും നന്ദ എന്താണോ ഗൗതത്തിനോട് പറഞ്ഞത് അതെല്ലാം തിരിച്ചു പറയേണ്ടിയും വന്നു. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരമൊക്കെ നല്ല രസകരമായ രീതിയിൽ കഴിഞ്ഞു. ആ സമയത്താണ് ഈ പറയുന്ന പിങ്കി പ്രണയം പറയാനായിട്ട് ഗൗതത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഗൗതത്തിൻ്റെ അടുത്ത് പ്രണയം പറയാൻ വന്ന പിങ്കിയെയും ശരിക്ക് എടുത്തിട്ട് കൊടുത്തു നമ്മുടെ ഗൗതം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അന്താളിച്ചിങ്ങനെ നിൽക്കുവാണ് പിങ്കിക്ക് ഒരിക്കലും ഇനി ഗൗതത്തിനെ കിട്ടില്ലെന്നുള്ള കാര്യം നീ അർജുൻ്റെ ഭാര്യയും ഞാൻ നന്ദയുടെ ഭർത്താവുമാണെന്ന് ഗൗതം പറഞ്ഞതിൽ നിന്ന് പിങ്കിക്ക് മനസ്സിലായി. കാരണം ഇനിയിപ്പോൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന്. എങ്കിൽ പോലും തൻ്റെ പ്രയാണം ഗൗതം എന്ന് പറയുന്ന മനുഷ്യനെ സ്വന്തമാക്കാനാണെന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ പിങ്കിക്കാണെങ്കിൽ ഒരു പണിയില്ല. പിങ്കി ആണെങ്കിൽ അടുത്ത പാര എന്താണെന്നുള്ളത് ആലോചിക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയേച്ചിക്കുള്ളൊരു കല്യാണത്തിൻ്റെ ഇതാണ്. അപ്പോൾ എല്ലാവരും പ്രിയയുടെ മുന്നിൽ മുട്ടുമടക്കി. ആരും അതിന് വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ആർക്കും അത് പ്രിയയിൽ നിന്ന് സമ്മതം മേടിച്ചെടുക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ എല്ലാവരും തോറ്റിരിക്കുന്നിടത്ത് നിന്ന് നമ്മുടെ പ്രിയയ്ക്ക് ഒരു ആശ്വാസമായിട്ട്, അതായത് എല്ലാവരും പ്രിയയോട് കല്യാണം കഴിക്കുമെന്ന് പറയുന്നതിന് പകരം നമ്മുടെ ലക്ഷ്മി പ്രിയയെ കാണാനായിട്ട് ചെന്ന് ലക്ഷ്മി പ്രിയയോട് അതിൻ്റേതായ രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ചെറിയമ്മ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ നമ്മുടെ പ്രിയ തയ്യാറാകും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും നമ്മുടെ പ്രിയ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പ്രിയയുടെ റൂമിലേക്ക് ലക്ഷ്മി കയറി ചെന്നു. ഇപ്പോൾ മോള് വെറുതെ ഇരിക്കുകയാണെന്ന് ചോദിച്ചു. ചെറിയമ്മ എന്താ ചെറിയമ്മ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മോളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണക്കാരുമാണെങ്കിൽ ചെറിയമ്മ എന്നോട് സംസാരിക്കരുത്. മറ്റുള്ളവരോട് പറഞ്ഞതുപോലെ എനിക്ക് ചെറിയമ്മയോട് എതിർത്ത് പറയാൻ കഴിയത്തില്ല. ചെറിയമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ചെറിയമ്മ അറിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം എന്നോട് വന്ന് പറയരുതെന്ന് പറഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ മോളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിനെതിരായോ ഈ ചെറിയമ്മ എന്തെങ്കിലും പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ മോളുടെ കൂടെ തന്നെയാണ്. എൻ്റെ മോളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ചെറിയമ്മ. അല്ലാതെ മോളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയമ്മ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മോളൊന്ന് ആലോചിക്കണം. മോളുടെ മനസ്സിലെ സങ്കടങ്ങളും മോളുടെ മനസ്സിലെ ആ ഒരു ഇതെല്ലാം ചെറിയമ്മയ്ക്ക് അറിയാം. പക്ഷെ ചെറിയമ്മ ഒന്ന് ചോദിച്ചോട്ടെ, ഈ വീട്ടിലെല്ലാവരും മോൾക്ക് നല്ലൊരു ജീവിതമുണ്ടായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. നിൻ്റെ മനസ്സിൽ നിൻ്റെ ഭർത്താവ് അത് നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും ഇവിടെയുള്ളവരുടെ മനസ്സിൽ അല്ലെങ്കിൽ മുന്നിൽ നീ ഇന്നൊരു വിധവയെപ്പോലെ ഇവിടെ കഴിയുന്നൊരു വ്യക്തിയാണ്. ആരോടും ഒന്നും പരാതി പോലും പറയാൻ കഴിയാത്തൊരു രീതിയിൽ അങ്ങനെ ജീവിക്കുന്ന നിന്നെ കാണുമ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് എനിക്കടക്കം എത്രത്തോളം സങ്കടമാകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നീ കരുതുന്നുണ്ടെങ്കിൽ ചെറിയമ്മ ഒരു കാര്യം പറഞ്ഞോട്ടെ, കല്യാണം നടക്കുന്നില്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമല്ലേ. എൻ്റെ മോള് അവർ വന്ന് കാണാനൊന്ന് സമ്മതം മോള്. അങ്ങനെയെങ്കിലും ഈ വീട്ടിലുള്ളവർക്കൊന്ന് സമാധാനമാകുമല്ലോ. മാത്രമല്ല മോളുടെ അമ്മയുടെ മനസ്സൊന്ന് തണുക്കുമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ മനസ്സ് തണുക്കാൻ ഞാൻ മറ്റൊരു ജീവിതവും കൈയടക്കി അത് നശിപ്പിക്കണോ? എൻ്റെ അമ്മ അതെന്നോട് കൈവിട്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ അതും കൈവിട്ട് കളയേണ്ടി വരില്ലേ? വെറുതെ എന്തിനാ ചെറിയമ്മയെന്ന് ചോദിച്ചപ്പോൾ നിന്നോട് ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കണമെന്ന് പറയില്ല. പക്ഷേ അരുന്ധതേടത്തിയുടെ മനസ്സൊന്ന് തണുപ്പിക്കാനെങ്കിലും നിനക്കൊന്ന് ആ ഒരു ഇതിൽ നിന്നോടെ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരിത്. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ എന്തെങ്കിലും ചെയ്യാം ഇതിൻ്റെ ഇടയിൽ എന്നുള്ളൊരു ചിന്തയിൽ ഇവർ തമ്മിൽ സംസാരിച്ചത് അങ്ങനെ തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഒരു തീരുമാനമായിട്ട് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് പോകണു. അപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മോഹിനി ഇവരൊക്കെ വന്നു. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരോട് വരാൻ പറഞ്ഞോളാനായിട്ട് പറഞ്ഞു. അപ്പോഴും നമ്മുടെ ലക്ഷ്മി എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി. കാരണം ലക്ഷ്മി ചെന്നിട്ടാണല്ലോ കാര്യം നേടാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഇപ്പോൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായി. ലക്ഷ്മി കാര്യം നടത്തി കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനെ നമ്മുടെ പവിത്രയും അതുപോലെ തന്നെ അവരെല്ലാവരും ഇങ്ങനെ അടുത്ത് വന്നിരിക്കുക. അപ്പോൾ ലക്ഷ്മി അടുത്തിയോട് ഒത്തിരി നന്ദിയൊക്കെ മോഹിനി ഇങ്ങനെ ഇരുന്ന് പറയുന്നു. മറ്റാരും പറഞ്ഞിട്ട് കേട്ടില്ല. ലക്ഷ്മി അടുത്ത് പറഞ്ഞിട്ടാണല്ലോ കേട്ടത് വിവാഹം കഴിക്കാനായിട്ട് പ്രിയ. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും മനസ്സായിട്ടല്ല പ്രിയമോളോട് അത് സംസാരിച്ചത്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് അരുന്ധതേടത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് സംസാരിച്ചത്. പക്ഷേ
അവളുടെ മനസ്സെന്താണെന്നും അവളുടെ വേദന എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഈശ്വരന്മാരോട് ദേഷ്യമുള്ളൂ. പ്രിയമോൾക്ക് അവളുടെ കുഞ്ഞിനെയെങ്കിലും നൽകാമായിരുന്നു. ആ കുഞ്ഞെങ്കിലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ജീവിതം ഒരുപാട് മാറിയേനെ. ഇത് ഒന്നുമില്ലാതെ എല്ലാം തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയില്ലേ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ മുഖമൊക്കെ കുമ്പിട്ട് ഇങ്ങനെ അവരവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരിത് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മോഹിനി പറഞ്ഞു, വിധിയെ തോൽപ്പിക്കാൻ നമുക്കാവില്ലല്ലോ എന്ന്. വിധി, പല വിധികളും നമ്മൾ ചോദിച്ചിരന്ന് വാങ്ങുന്നതല്ലേ മോഹിനി എന്ന് ലക്ഷ്മി അന്നേരം ചോദിച്ചു. അത് അരുന്ധതിയെ കൊള്ളിച്ച് ചോദിച്ചതാട്ടോ. അപ്പോൾ അങ്ങനെ ഇവരാ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്താണ് ശരിക്കും കുഞ്ഞിന് സംഭവിച്ചത് എന്നുള്ള കാര്യം അവിടെ ഇങ്ങനെ നിന്ന് പവിത്രയും അല്ലെങ്കിൽ ആ പിങ്കിയൊക്കെ ചോദിച്ചു. അപ്പോൾ കുഞ്ഞിനെ പറ്റിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയുക. അപ്പം ആ കുഞ്ഞ് വയറ്റിൽ കിടന്ന് തന്നെ മരിച്ചിരുന്നു. മരിച്ച കുഞ്ഞ് പുറത്തേക്ക് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയ ഒരു നോക്ക് കാണിച്ചില്ല. അപ്പം മരിച്ച കുഞ്ഞിനെ അമ്മ കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥയെപ്പറ്റി ഓർത്തിട്ടാണ് അന്ന് അവരെല്ലാം കൂടി ചേർന്ന് പ്രിയയെ കാണിക്കാതെ ആ കുഞ്ഞിനെ മറവ് ചെയ്തതെന്നും പക്ഷേ അത് പ്രിയയോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി ഇരുന്ന് വീണ്ടും ആവർത്തിക്കുക കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യമൊക്കെ സംസാരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പ്രിയ വിവാഹത്തിന് സമ്മതിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ സന്തോഷത്തോടെ ഈ ചെറുക്കൻ്റെ വീട്ടുകാരോട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാർ വരാൻ തയ്യാറായി നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രിയ തൻ്റെ മുറിയിൽ പോയി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ അതെടുത്ത് തുറന്നു നോക്കി അതിലേക്ക് നോക്കി വിഷമിച്ച് നിന്നുകൊണ്ട് പലതും ഇങ്ങനെ പറയുക. എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളും ഇനി ഒരിക്കലും കടന്നു വരില്ല, അങ്ങനെ ആരെയും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രിയ ഇങ്ങനെ ഓരോന്നൊക്കെ ആ ഫോട്ടോയിൽ നോക്കി നമ്മുടെ വസന്ത് എന്ന് പറയുന്ന VK സാറിനോട് പറയാണ്. അപ്പോൾ VK ആണ് വസന്തെന്നോ വസന്താണ് VK എന്നൊന്നും ഈ പറയുന്ന നമ്മുടെ അല്ലേ പ്രിയയ്ക്കും അറിയില്ല, അതുപോലെ തന്നെ നന്ദയ്ക്കും അറിയില്ല. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കേട്ടുള്ള അറിവുണ്ടെങ്കിലും വ്യക്തികൾ ആരാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു സംസാരം, അതായത് ഫോട്ടോയിൽ നോക്കിയുള്ള സംസാരം, ആ ഫോട്ടോയിൽ നോക്കി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞു തീർത്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രിയയാണെങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ അങ്ങ് ഇറങ്ങി ചെല്ലുക. ഇറങ്ങിപ്പോകുന്ന പ്രിയ വീണ്ടും തിരിഞ്ഞു നിന്ന് ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ പ്രിയ അവിടെ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അവിടെ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വരാനുള്ള ഒരു ഇതൊക്കെ, അപ്പോൾ എല്ലാവരും ഒരുങ്ങിക്കെട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ നന്ദയും ഗൗതവും കൂടി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു. പ്രിയേച്ചിക്ക് ഇത് താങ്ങാൻ പറ്റുമോ, പ്രിയേച്ചി ഇത് ഉൾക്കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ. എന്നാലും ലക്ഷ്മിയമ്മ എങ്ങനെയായിരിക്കും ഇത് സമ്മതിപ്പിച്ചെടുത്തത്, എനിക്കാണ് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് നന്ദ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഒന്ന് കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയോടും പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ഒരുങ്ങിപ്പോയി നിൽക്കുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ കാരണവന്മാരെല്ലാവരും കൂടെ ഹോളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. വരുന്ന ചെറുക്കനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അപ്പോഴേക്കും അവരവിടെ നിന്ന് പുറപ്പെട്ടു എന്നുള്ള വിവരം ഇവിടെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചെറുക്കനെ കാണാനായിട്ടുള്ള ആകാംക്ഷയോട് കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. നന്ദയുടെ ഫോണിലേക്ക് കോള് വന്നപ്പോൾ നന്ദ അത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ പിങ്കി ഇത് കണ്ടു. അപ്പോൾ നന്ദ ഇങ്ങനെ കോള് സംസാരിക്കുന്നില്ല, അവിടുന്ന് പറയുന്ന കാര്യങ്ങളാണ് നന്ദ കേൾക്കുന്നത്. നന്ദയുടെ കണ്ണൊക്കെ ഇങ്ങനെ മിഴിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പിങ്കി ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൈ ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ പറയാം, ഇവക്കെന്താ അടുത്ത പ്രശ്നം എന്ന് ഓർത്ത് പിങ്കി ഇങ്ങനെ നിൽക്കുക. എന്തായാലും കാര്യങ്ങളെല്ലാം അവിടുന്ന് പറഞ്ഞു. അതായത് നമ്മുടെ വസന്തിനെ അന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെറിയൊരു നെഞ്ചുവേദന പോലെ വന്നിരുന്നല്ലോ. ആ നെഞ്ചുവേദന കാരണം വസന്തിനെ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിരിക്കുക. അപ്പോൾ ആ ഒരു വിവരമാണ് നമ്മുടെ നന്ദയ്ക്ക് കിട്ടിയത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ ശരിക്കും ഷോക്കായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോഴും ഫോൺ ഇങ്ങനെ ബ്ലാക്ക് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന് വയ്യാഴ്ക വന്നതാണെന്ന് ഇവർക്ക് അറിയില്ല. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. സാറിന് ഇങ്ങനെ വയ്യാഴ്ക വന്നു എന്ന് കേട്ടപ്പോൾ. അപ്പോൾ ഒന്ന് പോകണം. പക്ഷേ ഇവിടെ ഈ ചടങ്ങ് നടക്കുന്നത് കൊണ്ട് പോകാനുള്ള ഒരു വഴിയും ഇല്ല. അങ്ങനെ നമ്മുടെ നന്ദ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഇവിടുത്തെ ചടങ്ങ് കഴിയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം ഉണ്ടാകും. ചെറുക്കൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടുമില്ല. അങ്ങനെ നന്ദ ശരിക്കും പറഞ്ഞാൽ പെട്ട് നിൽക്കുന്നൊരവസ്ഥ. പ്രിയയാണെന്നുണ്ടെങ്കിൽ ഒരു മിണ്ടാട്ടോ ഇല്ല, ഒരു ആട്ടോ ഇല്ലാണ്ട് ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കുക. അവർ വരുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മുന്നിലേക്ക് ഒരു പ്രദർശന വസ്തുവായിട്ട് വന്നിങ്ങനെ നിൽക്കും, അത്രേ ഉള്ളൂ. ഇവരാണെങ്കിൽ പലഹാരം, ചായ, കാര്യങ്ങളെല്ലാം റെഡിയാക്കി എല്ലാം ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക, ചെറുക്കനും വീട്ടുകാരും വരുമ്പോൾ കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ഒരു എന്താ പറയുക ഇന്ത്യവരത്തിലെ പെണ്ണ് കാണൽ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ നന്ദയൊക്കെയാണ് ഷോക്കേറ്റത്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. പിന്നെ ജലദോഷത്തിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ശബ്ദത്തിൽ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.